വന്നാൽ എന്താ ഉണ്ടാവുന്നത്? പാലക്കാട് ബി.ജെ.പി സ്ഥാനാർത്ഥിയാരാ? ശോഭാ സുരേന്ദ്രൻ. ആരാ ശോഭാ സുരേന്ദ്രൻ? താൻ ബി.ജെ.പി CPM ഡീലിലെ നടുപ്പാലമായിരുന്നു എന്ന് എല്ലാ കാലത്തും പരസ്യമായി വിരിച്ചു പറഞ്ഞിട്ടുള്ളവരാണ് അവർ. ഈ പറയുന്ന CPM പ്രധാനപ്പെട്ട നേതാവായ ജയരാജനെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് താനാണ്. CPM പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് എല്ലാവരുമായി ബന്ധമുണ്ട് വരിക്ക് എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞ ആളാണ്. വൈദേഹം റിസോർട്ട് കച്ചവടത്തിൽ ബ്രോക്കറായി നിന്ന ആളാണ്. അതായത് CPM BJP കൂട്ടുകൃഷിയുടെ ബ്രോക്കറായി എല്ലാ കാലത്തും നിന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ CPM സ്ഥാനാർത്ഥിയാരാ? NMR റസാഖ്. റസാഖ് ആരാണെന്ന് അവിടുത്തെ സഹാക്കൾക്ക് പോലും അറിയില്ല. റസാഖ് സഹാബാണെന്ന് റസാഖിനും അറിയില്ല. അതാണ് രസം. കോമ്രേഡ് എന്ന് പറഞ്ഞ ആരൊക്കെ വെച്ചെന്ന് ബിരിയാണി കടയുടെ ഫ്രണ്ടിൽ നിന്ന് വിളിക്കുമ്പോൾ റസാഖ് ഞെട്ടിയാണ്. ഞാനോ കോമ്രേഡ്? SDPI പോലുള്ള ഒരു തീവ്രവാദ സംഘടനയുമായിട്ട് ഐക്യമുണ്ടാക്കുകയാണ് കോൺഗ്രസ്. എല്ലാ കാലത്തും ശോഭാ സുരേന്ദ്രൻ ബ്രോക്കറായിരുന്നു, പാലമായിരുന്നു. RSSനും BJPക്കും സംഘ് പരിവാറിനും CPMനും ഇടയിലുള്ള ബ്രോക്കറായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ജീവിതകാലം ആയുസ് ഒടുങ്ങാറായിട്ടുണ്ട്. ആ ആയുസ്സിൽ പലയിടങ്ങളിൽ പല പ്രതീക്ഷകളിൽ MLA ആകും, MP ആകും എന്നൊക്കെ കരുതി പല ആവർത്തി പല രംഗത്ത് പല ആവർത്തി പല മണ്ഡലങ്ങളിൽ മത്സരത്തിനിറങ്ങിയതാ ശോഭാ സുരേന്ദ്രൻ. എല്ലായിടത്തു നിന്നും തോറ്റ് തുന്നം പാറി പരാജയപ്പെട്ട് പിൻവാങ്ങേണ്ടി വന്നു എന്നതിലപ്പുറം മറ്റൊന്നുമില്ല, അല്ലേ? ആ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഈ ഡീലുകൾ നടത്തിയ ആളുകൾക്ക് ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണം. കാരണം എന്താ? പല കച്ചവടങ്ങളിലും കൂട്ടുപങ്കാളിയാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. ആ ശോഭാ സുരേന്ദ്രനുമായി എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിച്ചെടുക്കണം. അതാണ് പാലക്കാട്ടെ ഡീല്. ആ പാലക്കാട്ടെ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി NMR റസാഖിനെ ഇറക്കിയിരിക്കുന്നത്. എനിക്ക് വലിയ പുച്ഛം തോന്നുന്നത് ഈ NMR റസാഖ് എന്ന് പറയുന്ന പണച്ചാക്കിനോടാണ്. പണമുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വിധത്തിലുമുള്ള കമ്മിറ്റ്മെൻറ്റും കടപ്പാടുകളും റെസ്പോൺസിബിലിറ്റിയും ഒരു സമുദായത്തിനോടില്ലാത്ത വ്യക്തി മാത്രമാണ് NMR റസാഖ് എന്ന് പറയുന്നത്. പണമുണ്ട്, ഇട്ട് മൂടാനുള്ള പണമുണ്ട്, അത് ശരിയാണ്. അതിനപ്പുറം അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഈ പണച്ചാക്കുകൾ എപ്പോഴും അങ്ങനെയാണല്ലോ. അവരുടെ സമ്പത്തിന് സേഫ്റ്റി, സുരക്ഷ അത് നോക്കിയിട്ടായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ. അവർക്ക് സമുദായത്തോടോ സമൂഹത്തോടോ അല്ലെങ്കിൽ അവരുടെ നാടിനോടോ ആരോടും യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് NMR റസാഖിനെ പോലെയുള്ള ഒരു പണച്ചാക്ക് അവിടെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചത് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അവരുടെ സേഫ്റ്റി നിങ്ങൾ കണ്ടില്ലേ? പല പ്രമുഖരും കണ്ടില്ലേ? ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ജനങ്ങൾക്കെതിരെ അഭിപ്രായം പറയുന്ന പല പ്രമുഖരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? പലരുടെയും കാല് നക്കുന്ന പല പ്രമുഖരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ നിഷ്പക്ഷനായിട്ട് നിൽക്കുന്ന ചില പ്രമുഖരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആരുടെ പേരും ഞാൻ പറഞ്ഞില്ല. ആ നിഷ്പക്ഷത എന്ന് പറയുന്നത് നിഷ്പക്ഷതയല്ല, മറിച്ച് അത് അവരുടെ സേഫ്റ്റിയുടെ ഭാഗമാണ്, അവരുടെ സുരക്ഷിതത്വമാണ്, അവരുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വമാണ്, അവരുടെ സ്വത്തിൻ്റെ സുരക്ഷിതത്വമാണ്. എന്ന് പറഞ്ഞാൽ അപ്ന എന്ന പരിപാടി അത് തന്നെയാണ് NMR റസാഖും സ്ഥാനാർത്ഥിയാകുന്നതിലൂടെ പാലക്കാട് വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുക. അത് ഈ പണക്കാർക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. സാധാരണക്കാരന് താഴെയും മേലെയും നോക്കാതെ അവൻ ഇത്തരത്തിൽ ഒരു ജനതയെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങും. എന്നാൽ ഈ പണച്ചാക്കുകളോ അവർ വാ തുറക്കില്ല. കാരണം എന്താ? അവർ പലപ്പോഴും പ്രതിസന്ധിയിലാകുമെന്നുള്ള കാര്യം ഉറപ്പുള്ളത് കൊണ്ട്. അത് തന്നെയാണ് NMR റസാഖും നടത്തിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കുക എന്നുള്ളത് BJPയുടെ ആവശ്യമല്ല, മറിച്ച് അത് CJPയുടെ ആവശ്യമാണ്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന മുന്നണിയുടെ ആവശ്യമാണ് ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, SDPIക്കാരെ തീവ്രവാദിയാക്കുന്ന ജയരാജൻ എന്ന് പറയുന്ന ഒരു ചിറ്റപ്പൻ. ആ ജയരാജനെ BJPയിലേക്ക് എത്തിക്കാൻ ഇവർ തമ്മിലൊരു ഡീലുണ്ട്. പക്ഷേ ആ ഡീലും മറികടന്നുകൊണ്ട് ജയരാജനെ BJPയിൽ എത്തിക്കുവാനുള്ള എല്ലാ കളികളും കളിച്ച വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. ആ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പാലക്കാട് മത്സരിക്കുമ്പോൾ വലിയ ഡീലുകളാണ്. ഇത് പാലക്കാട് മാത്രമല്ല കേട്ടോ,
ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഇത് ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ അടക്കം ഇത് സമ്മതിക്കുന്നുണ്ട്. പിണറായി വിജയൻ 2016 ജോണി ലൂക്കാസുമായിട്ട് നടത്തിയ ഒരു അഭിമുഖമുണ്ട് മനോരമ ന്യൂസിൽ. ആ അഭിമുഖത്തിൽ പിണറായി വിജയൻ പറയുന്നുണ്ട്, EMSന്റെ കാലം തൊട്ട് അതിനു മുൻപേ ഈ പറയുന്ന EMSന്റെ കാലം തൊട്ട് തന്നെ RSSുമായിട്ട് ഞങ്ങൾ പല ആവർത്തി പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഡീലുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ എല്ലാ ഘട്ടങ്ങളിലും ഡീലുണ്ടാക്കിയിട്ടില്ല. പിണറായി വിജയൻ്റെ വാക്കുകളാ, എല്ലാ ഘട്ടങ്ങളിലും ഡീലുണ്ടാക്കിയില്ല. ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ഡീലില്ലാതെയും ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം മെജോറിറ്റിയും ഞങ്ങൾ RSSുമായ ഡീലിൽ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ നീക്കുപോക്കുണ്ടാക്കിയിട്ടുള്ളത്. വളരെ കൃത്യമാണല്ലോ. പിണറായി വിജയൻ കേരളത്തിൻ്റെ നിയമസഭയുടെ പടിവാതിൽ കാണുന്നത് പോലും ഇത്തരത്തിൽ RSSുമായി നടത്തിയ ഒരു ഡീലിൻ്റെ പുറത്തായിരുന്നു. ആ ഡീല് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം യജമാനനോട് നന്ദി കാണിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട PM ശ്രീ, ആ PM ശ്രീയിൽ എന്താണ് PM ശ്രീ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. RSSൻ്റെ ഹിന്ദുത്വ അജണ്ടകൾ, സംഘ് പരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ടകൾ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുക, രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ, രാജ്യത്തിൻ്റെ ശേഷിപ്പുകൾ എല്ലാത്തെയും വെട്ടിമാറ്റിക്കൊണ്ട് ഗാന്ധിജിയെ പോലും വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അത് RSS അജണ്ടയാണെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു പറയുന്നു, കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നു. പക്ഷേ ഇതൊക്കെ വിളിച്ചു പറയുമ്പോഴും ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ PM ശ്രീയിൽ പോയി ഒപ്പിട്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തെ മാത്രമല്ല പൊട്ടന്മാരാക്കിയത്, മറിച്ച് പിണറായി വിജയൻ്റെ ക്യാബിനറ്റിലെ ശിവൻകുട്ടിയല്ലാത്ത മറ്റെല്ലാ മന്ത്രിമാരെയും പൊട്ടന്മാരാക്കിയിട്ടാണ് ഒപ്പിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഡീലുകൾ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എവിടെ മുതൽ നടപ്പിലാക്കിയിട്ടുണ്ട്? 2024 മുൻപ് തന്നെ ഈ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതൽ ഡീലുകളിൽ സന്ധി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച് കയറുന്നത്. ആദ്യം അതിനുവേണ്ടി എന്താ ചെയ്തത്? തൃശ്ശൂർ പൂരം കലക്കുക. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന തൃശ്ശൂർ പൂരം, ആ തൃശ്ശൂർ പൂരം ചരിത്രത്തിൽ ഒരേ ഒറ്റ തവണ മാത്രമേ അലങ്കോലപ്പെട്ടിട്ടുള്ളൂ. അത് 2024. മനസ്സിലാക്കണം. ഈ 2024 തെരഞ്ഞെടുപ്പിന് മുൻപത്തെ പൂരമാണ് അലങ്കോലപ്പെട്ടത്. എന്തുകൊണ്ട്? കാരണം 2024 പൂരത്തിൻ്റെ സുരക്ഷാ ചുമതല ആർക്കായിരുന്നു? MR അജിത് കുമാറിന്. എന്തുകൊണ്ട് MR അജിത് കുമാറിന് ആ സുരക്ഷാ ചുമതല നൽകി? കാരണം MR അജിത് കുമാറാണ് പിണറായി വിജയൻ്റെ ദൂതനായിട്ട് RSSുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ RSS എങ്ങനെയൊക്കെ എന്തൊക്കെയായിരുന്നു അവരുടെ പദ്ധതികൾ എന്ന് കൃത്യമായി പറയുകയും അത് നടപ്പിലാക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ ഏൽപ്പിച്ച വ്യക്തിയുമായിരുന്നു ഈ MR അജിത് കുമാർ. മനസ്സിലായില്ലേ? ഇനി ആ പൂരം കലക്കിയതിന് ശേഷമുള്ള MR അജിത് കുമാറിൻ്റെ ഈ കരിയർ ഒന്ന് എടുത്ത് പരിശോധിക്കുക നിങ്ങൾ. പിണറായി വിജയൻ എപ്പോഴും നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിക്കുകയായിരുന്നു MR അജിത് കുമാറിനെ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡീലുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേണ്ട വിധത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം RSS അധികാരത്തിൽ വരില്ല എന്നുള്ളത് പിണറായിക്ക് ഉറപ്പാണ്, അത് RSSനും ഉറപ്പാണ്. അപ്പോഴോ പിന്നെന്താ വേണ്ടത്? കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവരെ അവിടേക്ക് എത്തിക്കാതിരിക്കാൻ പിണറായി വിജയൻ ആ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ RSSുമായിട്ട് കൂടി സന്ധി ചെയ്യുന്നു. ഇത് RSSനറിയാം നമുക്ക് എന്തായാലും ഇപ്രാവശ്യം അധികാരത്തിൽ വരാൻ കഴിയില്ല, പിന്നെ എന്ത് വേണം?
നമ്മുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി കസേരയിൽ വേണം. അങ്ങനെ ഒരാൾ പിണറായി വിജയനല്ലാതെ മറ്റൊരാളെ ലഭിക്കില്ല എന്നുള്ളതും ഇവർക്ക് ഉറപ്പാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ള ഡീലുകളാണ് നമ്മളിപ്പോൾ പാലക്കാടാണെങ്കിലും കാസർഗോഡാണെങ്കിലും മഞ്ചേശ്വരത്താണെങ്കിലും കോന്നിയിലാണെങ്കിലും റാന്നിയിലാണെങ്കിലും ഏറ്റുമാനൂരാണെങ്കിലും ചെങ്ങന്നൂരാണെങ്കിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡീല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ EP ജയരാജനും ശോഭാ സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം എന്താ ബന്ധം? ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് പാർട്ടിയിലാണെങ്കിലും അവർ സൗഹാർദ്ദങ്ങളുണ്ട്, രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള സൗഹാർദ്ദങ്ങളുണ്ട്, സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ട്, ശരി തന്നെ. പക്ഷേ ഈ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങളാണോ, സൗഹൃദങ്ങളാണോ ഉള്ളത്? അല്ലല്ലോ. മറിച്ച് ശോഭാ സുരേന്ദ്രനും EP ജയരാജനുമായിട്ടുള്ള ബന്ധം ബിസിനസ് ബന്ധങ്ങളാണ്. അപ്പോൾ തൻ്റെ ബിസിനസ് പങ്കാളിയെ വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് CPM ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ CPM അഭിമുഖീകരിക്കുന്ന വിമതശല്യം എന്ന് പറയുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എതിർപ്പുകളും അപസ്വരങ്ങളും ഉയർത്തിക്കൊണ്ട് എതിർ സ്വരങ്ങളും ഉയർത്തിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ പയ്യന്നൂരിൽ കണ്ടത്, അതാണ് നമ്മൾ തളിപ്പറമ്പിൽ കാണുന്നത്, അങ്ങനെ പലയിടങ്ങളിലും നമ്മൾ കാണുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, ഈ ഡീലുകൾ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ ഇവരെല്ലാവരും നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പാലക്കാടും ആവർത്തിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ NMR റസാക്ക് എന്ന് പറയുന്ന പണച്ചാക്ക് തൻ്റെ സേഫ്റ്റി, തൻ്റെ അസറ്റുകളുടെ സേഫ്റ്റി, തൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ ജനതയോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ അവർ പോയിട്ട് തൊലഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ ബിസിനസ് അത് സുരക്ഷിതമായിരിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയോട് കൂടി ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് ഈ NMR റസാക്ക് എന്ന് പറയുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒറ്റുകാരൻ്റെ വേഷമണിയാൻ NMR റസാക്കിനെ പോലെയുള്ള ഒരു വ്യക്തി തയ്യാറാവുമോ? ഇത് NMR റസാക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, ഇങ്ങനെയുള്ള ആളുകൾ. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ രീതിയിൽ സാമ്പത്തിക ഭദ്രത നന്നായിട്ടുള്ള, ആവശ്യത്തിലധികം ഇട്ടുമൂടാൻ പണമുള്ള ആളുകളൊക്കെ ഈ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. അവരെപ്പോഴും ഭയങ്കര നിഷ്പക്ഷരായിരിക്കും. ഈ നിഷ്പക്ഷത അവരുടെ നിലപാടിൽ നിഷ്പക്ഷതയുള്ളത് കൊണ്ടാണോ? അല്ല, മറിച്ച് അവരുടെ നിലപാട് കാപട്യമാണ്. അവർക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മറക്കാനുണ്ട്. അവർക്ക് ഉള്ളിൽ ഒരു വലിയ ഭയമുണ്ട്, താൻ വേട്ടയാടപ്പെടുമെന്നുള്ള ഭയം. ആ ഭയത്തിൽ നിന്നാണ് ഇത്തരം നിഷ്പക്ഷതയിലേക്ക് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഒരു സമൂഹത്തോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു കൂട്ടം ഒറ്റുകാരായിട്ട്, യൂദാസുമാരായിട്ട് ഇത്തരക്കാർ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്ക് വീണ്ടും ഒരു വലിയ പുച്ഛം തോന്നുന്ന ഒരു കൂട്ടരാണ് ഈ പറയുന്ന SDPI എന്ന് പറയുന്ന പാർട്ടി കൂടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നിങ്ങൾ EP ജയരാജൻ പറയുന്നത് കേട്ടില്ലേ? എന്താ പറയുന്നത്? SDPI തീവ്രവാദികൾ കോൺഗ്രസിനെ സഹായിക്കുന്നു. ഇത് EP ജയരാജൻ്റെ കുറച്ച് മുമ്പത്തെ വർത്താനാണ്. ഈ SDPI ആ തീവ്രവാദികൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം LDFന് പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നതാണ് കാണുന്നത്. ഞാൻ അത് പിന്തുണക്കുന്നതിലോ അവർ തീവ്രവാദികൾ എന്നല്ല എൻ്റെ ചർച്ച. മറിച്ച് ഞാൻ ഇവരുടെ ഒരു അവസ്ഥ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും പണിപ്പെട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് വോട്ടും ചെയ്ത് സഖാക്കളെ വിജയിപ്പിച്ചെടുക്കും. എന്നിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഈ വോട്ട് ചെയ്ത ആളുകൾ തീവ്രവാദികളാകും. അതാണ് വല്ലാത്തൊരു ഗതികേടാ.
ഇത്രയും പണിയെടുത്തിട്ട് അവസാനം കുത്തും ചവിട്ടും തൊഴിയും മാത്രം ബാക്കിയാവുക. വൈകുന്നേരമായാൽ ഇതാണ് അവസ്ഥ. അപ്പം ഞാൻ ഇവറ്റകളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇവറ്റകളും ഈ അരിയാഹാരമല്ലാതെ വല്ല മലം വിസർജ്യമാണോ ഇവറ്റകളും കഴിക്കുന്നത്? കാരണം ഇത് എത്ര തവണയാ ഈ SDP എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പറയുന്ന LDFന് പിന്തുണ നൽകുന്നത്? പിന്തുണ നൽകി വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഇവർ തീവ്രവാദികളാകും, രാജ്യവിരുദ്ധരാകും, ദേശദ്രോഹികളാകും. അങ്ങനെ പല ചാപ്പകളും ഇവരുടെ പുറത്തേക്ക് വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.